ഹലോ എവ്രി വൺ. ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അല്ല ഗൈസ്, അല്ല. നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ വരെയുള്ള വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് എനിക്ക് മന്ദാര ചെടീൻ്റെ ഒരു കൊമ്പ് കണ്ടത്. അപ്പോൾ അതിലാണെങ്കിൽ അത്യാവശ്യം മന്ദാരപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മന്ദാരം എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്താണ്. അതിനെ അറിയാത്ത ആൾക്കാരൊക്കെ എനിക്കറിയാം, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കസിൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ആ വീഡിയോസൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾ വരുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് കുറച്ച് ഷൈ ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അങ്ങോട്ട് സെറ്റായി. പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ ഷോ ഓഫിന് വേണ്ടിയിട്ട് എടുക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ മെല്ലെ ആടിപ്പാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കസിൻ്റെ അച്ഛൻ ആ വഴി വന്നത്. ആ കസിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മാമനാട്ടോ. അപ്പോൾ മാമൻ പറഞ്ഞു, നിങ്ങൾ എന്നാണ് ആടിപ്പാടി ഇങ്ങനെ അമ്പലത്തിലെത്താൻ പോകുന്നത്, കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയേണ്ട താമസം വേഗം ചാടി കയറി വണ്ടി കയറി. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് രണ്ട് പട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നായ ഒന്ന് പട്ടിയെന്നാണ് തോന്നുന്നത്. അവർ അവിടെ ഭയങ്കര കുൽസിതത്തിലാണ്. സദാചാര കമ്മിറ്റിക്കാരൊന്നും പട്ടികളുടെ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ട്. അപ്പം നമ്മളിതാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. പുത്തൂര് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് ഏലോത്ത് ശിവക്ഷേത്രത്തിലാണ് നമ്മൾ പോയത്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഒരുവിധം എല്ലാവരും അമ്പലത്തിൽ പോയി തിരിച്ചു വരാൻ തുടങ്ങി. കാരണം ലേറ്റായിട്ട് എണീറ്റാൽ ഈ സമയത്തൊക്കെയല്ലേ അമ്പലത്തിലെത്താൻ പറ്റൂ. അങ്ങനെ അമ്പലത്തിലെത്തി ഞങ്ങളിതാ മെല്ലെ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് മെല്ലെ ഇങ്ങനെ നടക്കുവാണ്. കാരണം ഞങ്ങൾ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിലാണ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ 1-2 പ്രാവശ്യമൊക്കെ പോയാൽ പോയി, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്നൊരു വെറൈറ്റിക്ക് പോവാത്ത സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട്. പിന്നെ ഞങ്ങളിതാ മെല്ലെ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ആരെയും കാണുന്നില്ല. ഞങ്ങളാകെ ടെൻസ്ഡായിപ്പോയി. കാരണം നമ്മളെത്തിയപ്പോഴേക്കും എല്ലാവരും പോയോ, നടയടച്ചോ, അങ്ങനത്തെയൊക്കെ ടെൻഷനിലാണ് നമ്മളീ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റും നോക്കിയപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഞങ്ങളും ആരെയും കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ചുറ്റി നടന്നപ്പോൾ ഒരു സൗണ്ട് കേട്ടു. അപ്പോഴാണ് അവിടെ ഒരു ജനാവലി തന്നെ ഉണ്ടായിരുന്നു, പാട്ടും പാടി. അവർ പാടുന്ന സൗണ്ട് ഇതിൻ്റെ അകത്തില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ പോകുന്ന അമ്പലത്തിൽ ഞങ്ങൾ നേരം വൈകി ചെല്ലുന്നതുകൊണ്ട് ഇതൊന്നും കാണാത്തതാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നട തുറക്കുന്നവരെ എല്ലാവരും കൂടി നിന്നിട്ട്, അതും നല്ല ക്യൂ ആയിട്ട് കൂടി നിന്നിട്ടാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അവിടെ കയറി വീഡിയോ എടുക്കാനൊന്നും പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കയറാണ്ടിരുന്നത്. പിന്നെ നമുക്കുണ്ടായ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുന്നതേ ചുരുക്കമാണ്. പോയാൽ തന്നെ നമ്മൾ വഴിപാടൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ അമ്പലത്തിൽ നിന്ന് എന്താണെന്ന് എന്നോട് വഴിപാട് കഴിക്കാണ്ട് തന്നെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടെയാണ് ഞങ്ങൾ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു വഴിപാട് കഴിക്കാണ്ട് ഇതൊക്കെ വാങ്ങാമോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളിങ്ങനെ നിന്ന് വാങ്ങണം വേണ്ടതെന്ന് വിചാരിച്ച്, പിന്നെ എന്തായാലും എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഫുൾ ഷോ ഓഫായിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ കുറേ ഷോ ഓഫ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഉണ്ട് ഒരു പട്ടിക്കുട്ടൻ ഓടി വരുന്നത്. ഒരു പട്ടിയാണോ നായയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. നായയാണ് ഗൈസ്, നായയാണ്. അതിനെ കണ്ടിട്ട് എൻ്റെ കസിൻ പേടിച്ച് എൻ്റെ ബാക്കിൽ നിൽക്കുവാണ്. ഞാൻ പിന്നെ അതിനെ ഒന്ന് വീഡിയോ എടുത്തു, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുഞ്ഞു കടയിൽ കയറി. ഇതൊരു നൊസ്റ്റാൾജിയായിരുന്നു ഞങ്ങൾക്ക് ഈ കടയിൽ കയറിയപ്പോൾ. സാധാരണ ഇങ്ങനെ ഞങ്ങൾ മാത്രമുള്ളപ്പോൾ ഞങ്ങൾ കടയിൽ കയറി ചായയൊന്നും കുടിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ചായയല്ല, അത് കോഫിയായിരുന്നു. ഒരു കോഫി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കൂടെ കഴിച്ചാലെന്ന് വിചാരിച്ചിട്ട് ഒരു നെയ്യപ്പം വാങ്ങിയിട്ട് 2 കഷ്ണമാക്കിയിട്ടാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ 2 പറഞ്ഞായിരുന്നു, പക്ഷേ അവിടെ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരെണ്ണം വാങ്ങി 2 ആയിട്ട് കഴിച്ചത്. പിന്നെ ബാക്കി വന്ന പൈസയ്ക്ക് 2 കടലമിഠായിയും വാങ്ങി ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഒരു ഓട്ടോ കയറി. ഓട്ടോ നമ്മുടെ നാട്ടിലുള്ള ചേട്ടൻ്റെ തന്നെയായിരുന്നു. മൂപ്പരിങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുശലാന്വേഷണമൊക്കെ ചോദിക്കുന്നുണ്ട്, രണ്ടാളും കൂടെ അമ്പലത്തിൽ പോയി വരുവാണോ എന്നൊക്കെ. നമ്മൾ പോയപ്പോൾ അതിൻ്റെ ഇടയിൽ ഓട്ടോ ആണല്ലോ, ഇത് തിന്നുകൊണ്ട് പോവുകയാണ്. ആ തിന്നുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു വ്യക്തിയും കൂടെ ആ വണ്ടിയിൽ കയറി. അപ്പം നമുക്ക് അധികം വീഡിയോസൊന്നും ഓട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെപ്പറ്റി പറയാൻ മറന്നുപോയി. എൻ്റെ പേര് ദിദിപ്രഭ. ഇതെൻ്റെ പുതിയ ചാനലാണ് വാക്ക് വിത്ത് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഹാവ് എ ഗുഡ് ഡേ.